നാണക്കേടിന്റെ പുതിയ അധ്യായങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഈ ലോകകപ്പിന്റെ സമയത്ത് ഇങ്ങനെ ഇവർ തോൽവികൾ നേരിടുമ്പോൾ അതങ്ങനെ ചർച്ചയാവാതെ പോയാൽ അത് ശരിയല്ലല്ലോ. സൂര്യകുമാർ യാദവിന് ശേഷം ശ്രേയസ് അയ്യർ ക്യാപ്റ്റനായി അധികാരമേറ്റതിന് ശേഷം പച്ച തൊടാത്ത ഇന്ത്യൻ ടീം ഇപ്പോൾ മറ്റൊരു പരമ്പര കൂടി തോറ്റിരിക്കുകയാണ്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ആവട്ടെ 7 മത്സരങ്ങളിൽ ഒന്നിൽ പോലും ടീം ഇന്ത്യയെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മത്സരം മഴ കാരണം ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു. അതായത് ഇംഗ്ലണ്ടിൽ ഈ പരമ്പര കംപ്ലീറ്റ് തോൽക്കുകയായിരുന്നു ശ്രേയസ് അയ്യരുടെ നേതൃത്വത്തിലുള്ള വേൾഡ് കപ്പ് വിന്നിംഗ് ടീം. നമ്പർ 1 റാങ്കിങ്ങും അവർക്കിപ്പോൾ പോയിരിക്കുകയാണ്. ആകെ കൂടി നാണക്കേടായിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം? എവിടെയാണ് ടീം ഇന്ത്യക്ക് പിഴച്ചത്? നമുക്കൊന്ന് നോക്കാമെന്ന് തോന്നുന്നു. പരമ്പര തോൽവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ടീം സെലക്ഷൻ തന്നെയാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലോകകപ്പ് ഹീറോ കൂടിയായ മലയാളി താരം സഞ്ജു സാംസനെ ഈ മുഴുവൻ മത്സരങ്ങളിലും ഇറക്കിയില്ല എന്നതാണ്. 5 മത്സരങ്ങളിൽ ആദ്യത്തേതിലും അവസാനത്തേതിലും മാത്രമാണ് അദ്ദേഹത്തിനെ കളിപ്പിച്ചിട്ടുള്ളൂ. മഴയെ തുടർന്ന് ഫലമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ആദ്യ മാച്ചിൽ 1 റൺസിന് പുറത്തായ സഞ്ജു കഴിഞ്ഞ അവസാന മത്സരത്തിൽ 27 റൺസ് നേടിയിരുന്നു. അതിൽ പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ തീർച്ചയായും ഉണ്ടായിരുന്നു. അതിനൊപ്പം ഈ 3 മത്സരങ്ങളിലും ഇതിനിടയ്ക്കുള്ള 3 മത്സരങ്ങളിലും വൈഭവ് സൂര്യവംശിയെ പരീക്ഷിച്ച ഇന്ത്യയുടെ തീരുമാനം പിഴക്കുകയും ചെയ്തു. ഒന്നിൽ പോലും 15+ സ്കോർ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. വൈഭവിൻ്റെയും സഞ്ജുവിൻ്റെയും ആത്മവിശ്വാസങ്ങളാണ് ഈ കഴിഞ്ഞ തീരുമാനങ്ങളിലൂടെ ഇവരെ ഇങ്ങനെ ഒഴിവാക്കുകയും പുറത്താക്കുകയും അകത്താക്കുകയും ചെയ്യുന്ന തീരുമാനങ്ങളിലൂടെ കഴിഞ്ഞ മത്സരങ്ങളിലെ തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണം. വൈഭവിനെ ഇറക്കണമെങ്കിൽ ഒരുപക്ഷെ അയർലാൻഡ് പര്യടനത്തിൽ ഇന്ത്യക്ക് ഇറക്കാമായിരുന്നു. അയർലാൻഡ് ഇംഗ്ലണ്ടിനെ പോലെ ശക്തരായ ഒരു എതിരാളികളായിരുന്നില്ല. അവിടെ തന്റെ അരങ്ങേറ്റം കുറിക്കാൻ യങ് പ്രതിഭയായ വൈഭവിന് ആവുമായിരുന്നു. ഇത്രത്തോളം സമ്മർദ്ദങ്ങളിലൂടെ അദ്ദേഹത്തിന് കടന്നു പോവേണ്ടി വരുമായിരുന്നില്ല. എന്നാൽ സെലക്ടർമാർ ചെയ്തതോ സഞ്ജുവിനെ വെറും 3 മത്സരങ്ങളുടെ ഫോമൗട്ടിന്റെ പേരിൽ മാറ്റി നിർത്തുന്നു. ഇത് വൈഭവിലും അതേപോലെ സഞ്ജുവിലും ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്നു. ഇംഗ്ലീഷ് ടീമിനെതിരായ 3 മത്സരങ്ങളിലും വൈഭവ് അനുഭവിക്കേണ്ടി വന്ന ടെൻഷൻ അത്രയും പ്രഷർ ഉണ്ടായിരുന്നു. 3 മത്സരത്തിന് ശേഷം പക്ഷേ വൈഭവിനെ പുറത്താക്കിയതോടെ ആ 15-കാരൻ ശരിക്കും ഷാറ്റേഡ് ആയിരുന്നു കഴിഞ്ഞ ദിനം. ഇങ്ങനെയൊരു അരങ്ങേറ്റം ആയിരിക്കില്ല ഒരുപക്ഷെ അദ്ദേഹം ആഗ്രഹിച്ചത്. ഇങ്ങനെ ആയിരുന്നില്ല ഒരു കളിക്കാരനെ ട്രീറ്റ് ചെയ്യേണ്ടിയിരുന്നത്. സഞ്ജുവിനെയും വൈഭവിനെയും ഒരേ സമയം ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉദിക്കുമായിരുന്നില്ല. തിലക് വർമ്മയെ മാറ്റി നിർത്തിയാലും പ്രശ്നമില്ലായിരുന്നു. പക്ഷേ അവിടെ ഇങ്ങനെയൊന്നും ഈ മത്സരങ്ങളിലൊന്നും സംഭവിച്ചില്ല. സെലക്ഷനിൽ സഞ്ജുവിനെ അകത്തേക്ക് എടുക്കുമ്പോൾ വൈഭവിനെ പുറത്തേക്ക് എടുക്കുന്നു, വൈഭവിനെ ഉൾപ്പെടുത്തുമ്പോൾ സഞ്ജുവിനെ മാറ്റി നിർത്തുന്നു. അങ്ങനെയുള്ള രീതിയാണ് ഗൗതം ഗംഭീറും അതുപോലെ തന്നെ ശ്രേയസ് അയ്യറും കാഴ്ചവെച്ചത്. ഇത് വലിയ രീതിയിൽ വിമർശനങ്ങളും നേരിടുകയുണ്ടായി. ഇന്ത്യൻ ആരാധകരെല്ലാം ടീം മാനേജ്മെന്റിന്റെ ഈ ഒരു തീരുമാനത്തെ കഴിഞ്ഞ ദിനം തന്നെ ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് വരെ ഇന്ത്യൻ പ്ലേയിങ് ലെവലിൽ നിന്നും സഞ്ജുവിനെ മാറ്റി നിർത്തിയതിനെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മുൻ താരങ്ങളും ഇന്ത്യൻ താരങ്ങളും എല്ലാം ഇന്ത്യൻ ആരാധകരും എല്ലാം ടീം മാനേജ്മെന്റിന്റെ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തിരുന്നു. പ്രാക്ടീസ് സെഷൻ അരികെ വന്നുകൊണ്ട് വി വാണ്ട് സഞ്ജു എന്ന് ആരാധകർ മുദ്രാവാക്യം വിളിച്ച വീഡിയോ ആ സമയത്ത് വൈറലായിരുന്നു. അതൊരു വാർത്തയായിരുന്നു. ഒടുവിൽ കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് സഞ്ജുവിനെ ടീമിലേക്ക് എടുത്തപ്പോൾ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പറഞ്ഞത് ഈ സാഹചര്യങ്ങളിൽ ഏറ്റവും അനുയോജ്യമായ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. കൂടാതെ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിംഗിൽ ഒരു വലങ്കയ്യൻ ബാറ്ററിയും ടീമിന് വേണമായിരുന്നു. ഇതാണ് സഞ്ജു സാംസണിനെ അവസാന മത്സരത്തിൽ കളിപ്പിച്ചതിന് പിന്നിലെ ഒരു പ്രധാനപ്പെട്ട കാരണം. ടീമിന്റെ ബാറ്റിംഗ് ലൈനപ്പ് എടുത്താൽ ഞാൻ മാത്രമാണ് മുൻനിരയിലെ ഏക വലങ്കയ്യൻ ബാറ്റർ എന്ന് നിങ്ങൾക്ക് കാണാം. ബാക്കിയുള്ളവരെല്ലാം ഇടങ്കയ്യൻ ബാറ്റർമാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്ത കോമ്പിനേഷനുകൾ പരീക്ഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. സഞ്ജു ശരിക്കും ഒരു ഗൺ ബാറ്റ്സ്മാനാണ്. മുമ്പ് ഒരുപാട് പരമ്പരകളും അദ്ദേഹം നമുക്ക് നേടി തന്നിട്ടുണ്ട് എന്നാണ് ശ്രേയസ് അയ്യർ ടോസിന്റെ സമയത്ത് പറഞ്ഞത്. അപ്പോഴും കഴിഞ്ഞ 3 മത്സരങ്ങളിലും ശ്രേയസ് അയ്യർക്ക് ഈ കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യവും പ്രസക്തമാണ്. മാത്രമല്ല ഇതേ റൈറ്റ് ഹാൻഡർ സഞ്ജുവിനെ ഇനി വരാനിരിക്കുന്ന സിംബാബ്വെ പര്യടനത്തിലുള്ള ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. അപ്പോൾ അതേ തെറ്റ് ആവർത്തിക്കുകയാണോ ഇന്ത്യയുടെ ശ്രമം എന്നതൊരു ചോദ്യമാണ്. തെറ്റ് തിരുത്തുകയല്ലേ വേണ്ടത്? അതുപോലെ ഇന്ത്യൻ ഫീൽഡർമാർ ഇക്കഴിഞ്ഞ 2 വർഷങ്ങളായി ഇന്ത്യൻ ഫീൽഡർമാർ എത്ര ക്യാച്ചുകളാണ് കൈവിട്ടതെന്ന് കണക്ക് നോക്കുമ്പോൾ തീർച്ചയായും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പഴയതുപോലെ ഒരു രവീന്ദ്ര ജഡേജയെ പോലെയോ വിരാട് കോഹ്ലിയെ പോലെയുള്ള അക്രോബാറ്റിക് ഫീൽഡർമാരുടെ ശ്രേണി ഇന്ത്യക്ക് ഇന്നില്ല. പന്ത് മുകളിലേക്ക് ഉയരുമ്പോൾ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഇന്ത്യ ഫീൽഡ് ചെയ്യുമ്പോൾ കൂടുതലുമുള്ളത്. ഫീൽഡിങ്ങിലെ ഈ പിഴവുകൾ ഇന്ത്യക്ക് വലിയ നിരാശ സമ്മാനിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ക്ലൂലെസ് ബാറ്റിംഗ് ആണ്. ഇംഗ്ലണ്ടിലെ പിച്ചുകളിൽ ഈ ഷോർട്ട് ബോൾ കെണി ആവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്ത്യൻ ബാറ്റർമാരെല്ലാം പ്രധാനപ്പെട്ട വെല്ലുവിളി നേരിട്ടത് ഈ ഷോർട്ട് ബോളുകളായിരുന്നു. അയർലാൻഡിലും ഇംഗ്ലണ്ടിലും ആതിഥേയർ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ഇന്ത്യൻ ബാറ്റർമാരെ നേരിട്ടത്. ഇന്ത്യൻ ബാറ്റർമാർക്ക് നേരെ പന്തെറിഞ്ഞത്. ഷോർട്ട് ബോളുകളെ പ്രതിരോധിക്കുന്നതിൽ ഇന്ത്യൻ നിര അമ്പെ പരാജയപ്പെട്ട കാഴ്ചയായിരുന്നു. ബോളിംഗിൽ അക്ഷർ പട്ടേൽ, വരുൺ ചക്രവർത്തി എന്നിവരടങ്ങുന്ന സ്പിൻ നിരയിലും സ്ഥിരതയില്ലായ്മ പ്രകടമായിരുന്നു. അതുപോലെ ഫോമില്ലായ്മ, പരിക്കുകൾ ഇതൊക്കെയും ടീമിനെ ബാധിച്ചതായിട്ട് നമുക്ക് കാണാം.
കഴിഞ്ഞ മത്സരത്തിൽ ടോസ് നേടി ബോളിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യൻ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ തീരുമാനം തെറ്റിച്ചുകൊണ്ടാണ് ഇംഗ്ലണ്ട് നിശ്ചിത 20 ഓവറിൽ 257-3 എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയത്. ആ സമയത്ത് ജോസ് ബട്ട്ലറുടെ സെഞ്ചുറി ഉണ്ടായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി ജോസ് ബട്ട്ലർ ഫോമില്ലായ്മയിൽ ഉലയുന്ന അല്ലെങ്കിൽ വലയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്നും മാറിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സെഞ്ചുറി പ്രകടനമായിരുന്നു ഇംഗ്ലീഷ് നിരയിലെ പ്രധാന ഹൈലൈറ്റ്. ഇന്ത്യൻ നിരയിലേക്ക് വന്നപ്പോൾ ഇഷാൻ കിഷൻ 56, തിലക് വർമ്മ 53 ഇവർ അർദ്ധ സെഞ്ചുറികളുമായി ഒരു ഘട്ടത്തിൽ പൊരുതിയെങ്കിലും ഇന്ത്യയുടെ പോരാട്ടം 201-8 എന്ന നിലയിൽ അവസാനിക്കുകയായിരുന്നു. ഈ ദയനീയ പരാജയത്തോടെയാണ് ഇന്ത്യക്ക് തങ്ങളുടെ 1-ാം നമ്പർ T20 റാങ്കിങ്ങും നഷ്ടമായത്. ഒരു T20യിൽ ഇന്ത്യ വഴങ്ങുന്ന രണ്ടാമത്തെ ഉയർന്ന സിക്സറുകളാണ് സതാംപ്ടണിൽ പിറന്നത്. ആകെ ഈ മത്സരത്തിൽ ഇംഗ്ലീഷ് ബാറ്റർമാർ അടിച്ചുകൂട്ടിയത് 17 സിക്സറുകളാണ്. ജോസ് ബട്ട്ലർ 8ഉം അതുപോലെ തന്നെ ഹാരി ബ്രൂക്കും 8 സിക്സറുകൾ വീതം അടിച്ചുകൂട്ടിയപ്പോൾ വിൽ ജാക്സ് ആണ് ഒരു സിക്സർ നേടിയത്. ഇന്ത്യ ഒരു T20 മത്സരത്തിൽ വഴങ്ങുന്ന രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന സിക്സറുകളുടെ എണ്ണമാണിത്. മുമ്പ് ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് വെസ്റ്റ് ഇൻഡീസിനെതിരെ 21 സിക്സറുകൾ വഴങ്ങിയതാണ് ഇതിനു മുമ്പുള്ള ഏറ്റവും മോശം ഇന്ത്യൻ ബോളിംഗ് റെക്കോർഡ്. കഴിഞ്ഞ മത്സരത്തിൽ 5 ഓവറുകളിലാണ് ഇന്ത്യൻ ബോളർമാർ 20+ സ്കോർ വഴങ്ങിയത്. അക്സർ പട്ടേൽ എറിഞ്ഞ 10-ാം ഓവറിൽ 25 റൺസും 16-ാം ഓവറിൽ 20 റൺസും ഇംഗ്ലണ്ട് അടിച്ചെടുത്തിട്ടുണ്ട്. സുരാജ് ഷെഡ്ജെ 24 റൺസ്, പ്രിൻസ് യാദവ് 21 റൺസ്, ശിവൻ ദൂബെ 22 റൺസ്, ഇവരും 20-ലധികം റൺസ് ഒരു ഓവറിൽ വിട്ടുകൊടുത്തിട്ടുണ്ട്. അതായത് 5 ഓവറുകളാണ് 20+ റൺസ് ഇന്ത്യ വഴങ്ങിയത്. ഇതിനു മുമ്പ് ഒരു മത്സരത്തിലും ഇന്ത്യ 3-ൽ കൂടുതൽ തവണ ഇന്ത്യയുടെ ബോളർമാർ ഒരു ഓവറിൽ 20+ റൺസ് വഴങ്ങിയിട്ടില്ല. ആദ്യ 7 മത്സരങ്ങളിലും ജയമില്ലാത്ത 4ാമത്തെ ക്യാപ്റ്റനായി ശ്രേയസ് അയ്യർ മാറി എന്ന നാണക്കേടിന്റെ റെക്കോർഡ് കൂടിയുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ. ബ്രണ്ടൻ ടൈലർ, എൽട്ടൺ ചിഗുംബര, തിസാര പെരേര എന്നിവരാണ് ഇതിനു മുൻപ് ഈ നാണക്കേട് ഏറ്റുവാങ്ങേണ്ടി വന്നവർ. ലോക ചാമ്പ്യന്മാരായതിനു ശേഷമുള്ള ഇന്ത്യയുടെ ഈ തകർച്ച ആരാധകരെ ചെറുതായിട്ടൊന്നുമല്ല നിരാശരാക്കുന്നത്. തോൽവികളുടെ ആഘാതത്തിനൊപ്പം തന്നെ ടീം മാനേജ്മെന്റിന്റെ അസ്ഥിരമായ തീരുമാനങ്ങളും സഞ്ജുവിനെയും അതുപോലെ വൈഭവ് സൂര്യവംശിയെയും കൈകാര്യം ചെയ്ത രീതിയും വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കളിച്ച് 3 മത്സരങ്ങളിലും വലിയ സ്കോറുകൾ നേടിയില്ലെങ്കിൽ തന്നെയും തനിക്ക് ലഭിച്ച തുടക്കങ്ങളിൽ ആ പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ സമ്മാനിക്കാൻ വൈഭവിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താതെ നിന്നപ്പോൾ, ടീമിൽ നിന്ന് ഒഴിവാക്കി സഞ്ജുവിനെ തിരികെ ഈ ടീമിലേക്ക് കൊണ്ടുവന്നപ്പോൾ മാനേജ്മെന്റിന്റെ ആ തീരുമാനത്തിന് ശേഷം നമ്മൾ മത്സരത്തിന് മുൻപ് ഡഗ്ഔട്ടിലിരുന്ന വൈഭവ് സൂര്യവംശിയുടെ നിരാശ നിറഞ്ഞ മുഖം ആ സമയത്ത് ക്യാമറകളിൽ പതിഞ്ഞിരുന്നു. ഇതിനെക്കുറിച്ച് അമ്പാട്ടി റായുഡ് പറഞ്ഞത്, യുവതാരങ്ങളെ എപ്പോഴും ഒരു പോസിറ്റീവ് അന്തരീക്ഷത്തിൽ സംരക്ഷിച്ചു നിർത്തേണ്ടത് മാനേജ്മെന്റിന്റെ കടമയാണ്. സൂര്യവംശിയെ പോലെ അടുത്ത 20-25 വർഷം ഇന്ത്യൻ ക്രിക്കറ്റിനെ സേവിക്കാൻ കെൽപ്പുള്ള ഒരു പ്രതിഭയെ ഇങ്ങനെയല്ല സംരക്ഷിക്കേണ്ടത്, കുറച്ചുകൂടി നന്നായി പരിപാലിക്കേണ്ടതുണ്ട് എന്നതാണ്. തീർച്ചയായും അത് കൃത്യവുമാണ്. ഗവാസ്കറും രവിശാസ്ത്രിയും അശ്വിനുമെല്ലാം ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇതിനകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ത്യൻ ടീം ഈ തോൽവികളിൽ നിന്നും ഇനി എങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്.